ലോക്സഭാ തെരഞ്ഞെടുപ്പെത്തുമ്പോൾ ഇടുക്കിയുടെ അതിർത്തി മേഖലകളിൽ ഇരട്ട വോട്ട് വിവാദം കൊഴുക്കുകയാണ്. ജില്ലയിൽ 50,000-ത്തിലധികം ഇരട്ട വോട്ടുകളുണ്ടെന്നാണ് UDF-ഉം NDA-യും ആരോപിക്കുന്നത്. പരാജയ ഭീതിയാണ് ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിലെന്നായിരുന്നു LDF-ന്റെ മറുപടി. കേരളത്തിലും തമിഴ്നാട്ടിലും തിരിച്ചറിയൽ രേഖകളുള്ളവരാണ് ഇടുക്കിയിലെ അതിർത്തി പ്രദേശങ്ങളിലുള്ള ഭൂരിഭാഗം പേരും. പീരുമേട്, ദേവികുളം, ഉടുമ്പൻചോല താലൂക്കുകളിലാണ് ഇരട്ട വോട്ടർമാർ കൂടുതലായുള്ളത്. തമിഴ്നാട്ടിലെ കമ്പം, തേനി അസംബ്ലി മണ്ഡലങ്ങളോടും തേനി ലോക്സഭാ മണ്ഡലത്തോടും അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളാണിവ. രേഖകൾ 2 സംസ്ഥാനങ്ങളിലായതിനാൽ പരിശോധിക്കുന്നതിനും സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ഇരട്ട വോട്ടുകൾ തടയാൻ നടപടി വേണമെന്നാണ് UDF-ന്റെ ആവശ്യം. അത്തരത്തിൽ 2 സ്ഥലങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തുന്ന സാഹചര്യം ഇത്തവണ ഉണ്ടായാൽ അതിനെ നിയമപരമായിട്ടും അതേപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടും ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യും. ഒരു സ്ഥാനാർത്ഥിയുടെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കും വിധം ഇരട്ട വോട്ടുകൾ ജില്ലയിലുണ്ടെന്നും അതിന്റെ ആനുകൂല്യം പറ്റുന്നത് ഇടതുപക്ഷമാണെന്നും NDA കുറ്റപ്പെടുത്തി. ഒരു സ്ഥാനാർത്ഥിയുടെ ജയപരാജയങ്ങൾക്കുള്ള അത്രമാത്രം ഇരട്ട വോട്ടുകൾ നമുക്കിവിടെ ഉള്ളതുകൊണ്ട് അടിയന്തരമായി തടയുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് ഉണ്ടാവണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടുവാനുള്ളത്. എന്നാൽ ആരോപണങ്ങൾക്ക് പിന്നിൽ പരാജയ ഭീതിയാണെന്നായിരുന്നു LDF-ന്റെ മറുപടി. അപ്പൊ ഇപ്പോഴും ഇരട്ടിയോട്ടെ എന്ന് പറയുന്നത് ഇവർക്ക് ഈ തെരഞ്ഞെടുപ്പിലെ പരാജയം ഉറപ്പാണ് എന്ന് അവർ അംഗീകരിക്കുന്നത് കൊണ്ട് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു മുൻകരുതൽ നടപടി മാത്രമേ കാണാൻ കഴിയൂ. വർഷങ്ങളായി നിലനിൽക്കുന്ന പ്രശ്നത്തിൽ പരിഹാരം കാണാൻ 2016-ൽ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഇതുവരെ കാര്യമായ പുരോഗതിയുണ്ടായില്ലെന്നും ആരോപണമുണ്ട്. മീഡിയ 1 ഇടുക്കി.